ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിൽ അവിടെ ഇരിക്കുക, കസേരയിൽ അടുത്ത് വന്നു. തിണ്ണയിൽ നിന്ന് ഇറങ്ങിയില്ല ഇവിടെ. 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് തിണ്ണ ഇറങ്ങരുതെന്ന് പറയുന്നത്. 4 വോട്ടിന് വേണ്ടി ഒരു വർഗീയവാദിയുടെയും തിണ്ണമിറങ്ങാൻ UDF പോവില്ല. കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്ന വാക്കാണ്. ഈ വർഗീയ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് കേരളത്തിൽ വളർന്നു വരുന്ന ഈ വർഗീയതയെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടുക എന്നുള്ളത്. അതിൻ്റെ മുന്നണിയിൽ ഞങ്ങളുണ്ടാവും. വി.ഡി. സതീശനോട് ഇന്ന് മാധ്യമങ്ങൾ ഈ പറയുന്ന തിണ്ണനിറങ്ങൾ പ്രയോഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സാമുദായിക നേതാക്കളെ കാണുന്നതും വർഗീയവാദികളുടെ തിണ്ണനിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ബന്ധമാണുള്ളത്, അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. വി.ഡി. സതീശൻ വർഗീയവാദികളുടെ തിണ്ണനിറങ്ങില്ല എന്ന് പ്രതിപക്ഷ നേതാവായതിനു ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയതാണ്. അതിനുശേഷം ഇപ്പോൾ NSS ആസ്ഥാനത്ത് എന്ന് പറയുന്നു ഈ തിണ്ണനിറങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒന്നുകിൽ സാമുദായിക നേതാക്കൾ വർഗീയവാദികളാണ് എന്ന് അവനവനെ തന്നെ അംഗീകരിക്കണം. അല്ല എങ്കിൽ സാമുദായിക നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ വർഗീയവാദികളുടെ തിണ്ണനിറങ്ങുന്ന പരാമർശം എങ്ങനെ വരുന്നു എന്നത് സംബന്ധിച്ച ലോജിക്ക് എന്താണെന്ന് എന്തായാലും സതീശൻ അറിയില്ല. സാമുദായിക നേതാക്കൾ വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഒരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. സാമുദായിക സംഘടനകളുടെ ഐക്യ പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ സമുദായങ്ങൾ കാലാകാലങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ അത് പുത്തരിയല്ല, അത് അനിതര സാധാരണമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റുമല്ല. പക്ഷേ ഇത് ഇത്രത്തോളം പ്രഹരശേഷിയോടുകൂടി പ്രഖ്യാപിക്കപ്പെടുകയാണ് വീണ്ടും. ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്ന പുതിയ ഐക്യ സിദ്ധാന്തം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിനെ സ്വാഗതം ചെയ്യുകയും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് പെരുന്നയിൽ നിന്ന് G. സുകുമാരൻ നായർ. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പ് രാമലക്ഷ്മണന്മാർ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സഖ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് NSSന്റെ മുൻ ജനറൽ സെക്രട്ടറി നാരായണ പരീക്കനും വെള്ളാപ്പള്ളി നടേശനുമാണ്. കേരളമെമ്പാടും ബോർഡ് വെച്ചിട്ടുണ്ട് ആ പരാമർശത്തിൽ, ആ പേരിൽ തന്നെ. പിന്നീട് ആ സഖ്യം പൊളിഞ്ഞു പോകുന്ന പശ്ചാത്തലമുണ്ടായി. അന്ന് വെള്ളാപ്പള്ളി നടേശൻ അതിനെതിരെ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എതിരെയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം അന്ന് കോൺഗ്രസിനെതിരെയാണ് ആരോപണമായി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചത്. ഇനി 2019 വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ആരോപണമുണ്ട്. അത് G. സുകുമാരൻ നായർക്കെതിരെയാണ്. G. സുകുമാരൻ നായർക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുണ്ടായി 2019. അത് അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ്, ഒരു സാമുദായിക നേതാവ് ഈഴവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന വിമർശനം 2019 വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത് NSSനെതിരെയാണ്. അപ്പോൾ തരാതരത്തിലുള്ള വിമർശനം, ഒരിക്കൽ കോൺഗ്രസിനെതിരെ, ഒരിക്കൽ മുസ്ലിം ലീഗിനെതിരെ, ഒരിക്കൽ NSSനെതിരെ തന്നെ പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണ്. മാത്രമല്ല ഇന്നിപ്പോൾ ഈ പറയുന്ന ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറയുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ ആ സഖ്യം തകരാനുള്ള കാരണം ലീഗ് എന്നുള്ള വെള്ളാപ്പള്ളിയുടെ ആരോപണത്തിനെ സാധൂകരിക്കുന്നില്ല. അത് സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് പെരുന്ന തിരിച്ചറിയുകയും ചെയ്യുന്നു. പിന്നെ ഈ ആരോപണങ്ങളൊക്കെ എവിടെ നിന്നാണ് കേരള രാഷ്ട്രീയത്തിൽ പൊട്ടിമുളച്ചുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ വസന്ത് ശ്രീയക്, ശ്രീ M. പ്രകാശൻ മാസ്റ്റർ CPMൽ നിന്ന്, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു BJPയിൽ നിന്ന്, അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ ശ്രീനാരായണ സംരക്ഷണ സമിതിയിൽ നിന്ന്. ശ്രീ ചന്ദ്രസേനൻ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ചന്ദ്രസേനൻ, കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങേക്ക് 3-4 തവണയായി NSS SNDP സഖ്യവും സമവായവും തമ്മിലുള്ള ചരിത്രം അത് വ്യക്തമായി ഓർമ്മയും ഉണ്ടാകും. ഇപ്പോൾ ഒരു പുലർച്ചെ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരുമിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം വൈകുന്നേരമാണ് ഈ സഖ്യം പൊളിഞ്ഞു എന്ന ചില വിമർശനങ്ങളടക്കം മുന്നോട്ട് വരുന്ന വാർത്താ കുറിപ്പ് NSSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇനിയുള്ള ഈ ഐക്യ ആഹ്വാനത്തെ ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഐക്യപ്രഖ്യാപനമായി മാറുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. കേൾക്കാം, എനിക്ക് കേൾക്കുന്നില്ല. ശ്രീ ചന്ദ്രസേനൻ കേൾക്കാമോ? ശ്രീ ചന്ദ്രസേനൻ കേൾക്കാമോ? ഓക്കെ. SNDP NSS പുതിയ ഐക്യ ആഹ്വാനത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? വിമർശനം വി.ഡി. സതീശനെതിരെ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത് കേൾക്കുന്നില്ല, ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നു. അങ്ങ് പറയുന്നത് എനിക്ക് കേൾക്കാം.
ഇപ്പം കേൾക്കാം. ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. കേൾക്കാവോ? അങ്ങ് പറഞ്ഞോളൂ, എനിക്ക് ഞാൻ വ്യക്തമാണ്. പറയുന്നത് കേൾക്കാവോ? യെസ്. ഇപ്പോൾ ഒരു ബാന്ധവം ഉണ്ടിരിക്കുന്ന നായർക്കൊരു ഉൾവിളി പോലെ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവമാണ് SNDP NSS ഐക്യം എന്ന് പറയുന്നത്. SNDP NSS ഐക്യം ഉണ്ടാകണമെങ്കിൽ SNDP യോഗത്തിനൊരു നേതാവ് ഉണ്ടാകണം. ആരാ? വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗത്തിൻ്റെ നേതാവാണെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ കിരീടമില്ലാത്ത രാജാവാണ്. ആസ്ഥാനമില്ല. SNDP യോഗത്തിന് ആസ്ഥാനം ജപ്തിയിലാണ്. അതോടൊപ്പം തന്നെ അതിലൊരു വ്യക്തമായ അംഗത്വ രജിസ്ട്രേഷൻ ഇല്ല. ഇതൊന്നുമില്ലാത്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കമ്പനിയുടെ വക്താവായി നിന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. ആ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ആസ്ഥാനം ജപ്തിയിലാണെന്നുള്ളത് മറച്ചു വെക്കരുത്. അതോടൊപ്പം തന്നെ SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് കിട്ടേണ്ട 3% മൈക്രോ ഫിനാൻസ് വായ്പ ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുന്നു 2016 മുതൽ. അതിൻ്റെ കാരണക്കാരൻ തട്ടിപ്പ് നടത്തിയ വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറിയുമായി ബാന്ധവം ഉണ്ടാക്കുമ്പോൾ ഒരു പൂർവ്വകാലം കൂടി ഒന്ന് അറിയണം. അതായത് NSS SNDP ഒരു ഐക്യമുണ്ടാകുന്നത് R ശങ്കറിൻ്റെ കാലഘട്ടത്തിലാണ്. ഒരു സ്വല്പസമയം ഞാനൊന്ന് എടുത്തു പോകും. ആ NSS SNDP ഐക്യമുണ്ടാകുന്ന R ശങ്കറിൻ്റെ കാലത്ത് ഐക്യമുണ്ടാകുമ്പോൾ അന്ന് ഹിന്ദു മണ്ഡലമുണ്ടായി. ആ ഹിന്ദു മണ്ഡലത്തിൽ അന്ന് SNDP യോഗം 49ാമത്തെ വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞു, എല്ലാ സ്വത്തുക്കളും SNDP യോഗത്തിൻ്റെ ഹിന്ദു മണ്ഡലത്തിൽ ലയിപ്പിക്കാം, NSSും ലയിപ്പിക്കണം എന്ന് പറഞ്ഞു. അവിടെ വെച്ച് NSS പിന്മാറി. ആ ഐക്യം അവിടെ തകർന്നു. പിന്നീട് ഒരു ഐക്യം ഉണ്ടാകുന്നത് 1970-ൽ SN യൂത്ത് മൂവ്മെൻറ്റും NSSൻ്റെ യൂത്ത് മൂവ്മെൻറ്റും തമ്മിൽ കോട്ടയത്ത് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലാണ് വീണ്ടും ഒരു ഐക്യം ഉണ്ടാകുന്നത്. ആ ഐക്യത്തിന് ശേഷം കേരളകൗമുദിയുടെ പത്രാധിപർ സുകുമാരൻ ഒരു ലേഖനം അന്നത്തെ എഡിറ്റോറിയൽ എഴുതി, ചരിത്രപരമായ ഒരു ബാന്ധവമാണെന്ന്. പക്ഷേ അന്നൊരു കണ്ടീഷനുണ്ട്. അതൊക്കെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കണ്ടീഷൻ എന്താ? സംവരണം ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാം. അത് നിലപാടുകളാണ്, അത് താത്വികമാണ്. അതിനുശേഷം 2012-ൽ ഇവർ ബന്ധമുണ്ടാക്കി. 2012-ൽ എങ്ങനെയാണ് ബന്ധമുണ്ടാക്കിയത്? 2012-ൽ ഇവർ ബന്ധമുണ്ടാക്കുന്നത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അംഗത്വവും പ്രസിഡന്റ് സ്ഥാനവും, സുകുമാരൻ നായരുടെ മകൾക്ക് VC ഇവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ VC സ്ഥാനവും പറഞ്ഞുകൊണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്. അതിനൊരു കാരണമുണ്ട്. അന്ന് ആദ്യമായി SNDP യോഗത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു SNDP യോഗം ജനറൽ സെക്രട്ടറി സാമ്പത്തിക സംവരണത്തിന് വേണ്ടി വാദിക്കുന്നു. ആ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി വാദിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ സുപ്രീം കോടതിയിൽ NSS കൊടുത്ത കേസിൽ നിന്നും പിന്മാറി. NSS എന്തിനാണ് കേസ് കൊടുത്തത്? NSS കൊടുത്ത കേസ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് അർഹതപ്പെട്ട അവർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞു. അതിന് MES ആ കേസിൽ ഇടപെട്ടു. MES കക്ഷി ചേർന്നു. SNDP യോഗം കക്ഷി ചേർന്നു. അന്ന് ആ കക്ഷി ചേർന്ന് SNDP യോഗം അതിൽ നിന്ന് പിന്മാറി. അന്ന് NSSനോടൊപ്പം നിന്നിട്ടാണ് EWS എന്ന് പറയുന്ന സംവിധാനം ഈ SNDP യോഗത്തിന് മാരണമായി വന്ന ആ സാമ്പത്തിക സംവരണം വരുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനാണ്. എന്ത് കാര്യമുള്ളത്? അദ്ദേഹത്തിൻ്റെ 2012-ന് ശേഷം പിന്നീട് നായാടി മുതൽ നമ്പൂതിരി വരെ വന്നല്ലോ. എവിടെ പോയി? ഇന്ന് നായാടി ഉണ്ടോ അതിനകത്ത്? ജാനു ഉണ്ടോ? അന്ന് ജാനു ഉണ്ടായിരുന്നു. അക്കിരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട് ഉണ്ടായിരുന്നു. അതിന് എത്രയോ പേര് G രാമൻ നായർ ഉണ്ടായിരുന്നു. ഇന്ന് അതിനകത്തുണ്ടോ അവരാരും? ഇതൊന്നുമില്ല. ഇപ്പോൾ സുകുമാരൻ നായരുമായി ഈ ഒരു ബാന്ധവം ഉണ്ടാക്കുന്നത് ഒരു ഒറ്റക്കാരിയേ ഉള്ളൂ. അത് നിഷേധിക്കണം. 90 വേക്കൻസിക്ക് SN ട്രസ്റ്റിലെയും SNDP യോഗത്തിലെയും അധ്യാപക നിയമനങ്ങളിൽ 90 വേക്കൻസിക്ക് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്നേ. ആ 90 നിയമങ്ങൾ 90 കോടി രൂപയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പെട്ടിയിലേക്ക് വീഴുന്നത്. അതിന്റെ ഒരു നന്ദിയാണ് ഇവിടെ വന്നേക്കുന്നത്. അതല്ലാതെ ഈ ബാന്ധവത്തിന് യാതൊരു പ്രസക്തിയില്ല. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ബാന്ധവത്തിന് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി എന്ത് ബന്ധമാണ്? സതീശൻ എന്താ പറഞ്ഞേ? സതീശൻ പറഞ്ഞത് പ്രധാനമായും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. സതീശൻ പറഞ്ഞത് ഈ പറയുന്ന ആരെയും കാറി കയറ്റുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആരെയാണ് കയറ്റുന്നത്? കാരണം 124 തട്ടിപ്പ് കേസുകളിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വെള്ളാപ്പള്ളി നടേശൻ, KK മഹേശന്റെ ആത്മഹത്യാ കേസിൽ അന്വേഷണം നേരിടുന്ന വെള്ളാപ്പള്ളി നടേശൻ, ജൂബിലി തട്ടിപ്പ് കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശൻ,
നിരവധി തട്ടിപ്പ് കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെ ആ കേസുകളുടെ അന്വേഷണം നടത്തുന്ന വിജിലൻസിന്റെ മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി കാറി കയറ്റുന്നതാണ് ചോദ്യം ചെയ്തത്. വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റുന്ന ആര് ചോദ്യം ചെയ്യുന്നു? അപ്പോൾ ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയാ, അയാൾ ഏത് പദവി വഹിച്ചോട്ടെ, ആ പദവിയിൽ എങ്ങനെയാ അദ്ദേഹം പദവി ഇരിക്കുന്നത്? തുടർച്ചയായി വർഗീയത പറയുന്ന ആളുകളെ കാറിൽ കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു വി ഡി സതീശന്റെ പരാമർശം. ആ പരാമർശം പിൻവലിക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ വസന്ത് കേൾക്കാമോ? ഓക്കെ, ശ്രീ വസന്ത്, അതായത് അഹങ്കാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് അടി കിട്ടും എന്നാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അഹങ്കാരം അവസാനിപ്പിക്കുമോ? കോൺഗ്രസിലാണ് കേട്ടോ. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള അഹങ്കാരവും. ഞങ്ങൾ എല്ലാ സമുദായ നേതാക്കളെയും അവർ പറയുന്ന കാര്യങ്ങളിൽ, റീസണബിൾ ആയ കാര്യങ്ങളിൽ അവരെ കേൾക്കാൻ, ലിസൺ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ എന്നാൽ അതിനോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു നിന്ന്, അതായത് സമുദായ നേതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റായ പരാമർശം ഉണ്ടായാൽ അത് സ്നേഹമധ്യ ആദ്യം അവരെ ചൂണ്ടിക്കാണിക്കുകയും പിന്നീട് അതിന് കാർക്കശ്യമായ ഒരു നിലപാട് എടുക്കേണ്ടതായി വന്നാൽ അത് ആരോടാണെങ്കിലും എടുക്കാനും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തെ ഞാൻ വ്യക്തിയായാണ് കാണുന്നത്, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നതിനപ്പുറത്ത് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് പ്രതിപക്ഷ നേതാവിന് ഉളം പറക്കി വിടണം എന്ന് പറഞ്ഞു. എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ശരിയല്ല എന്ന് പറഞ്ഞു. അത് ബേസ്ലെസ് ആണ്, ബേസ്ലെസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞത് എന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശൻ മാത്രമല്ല, മാധുവിന്റെ കൂടി സഹപ്രവർത്തകനായ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതല്ലേ ഫാക്ട്. അതായത് മലപ്പുറത്ത് നിങ്ങൾക്ക് സ്കൂൾ അനുവദിച്ചില്ല. എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷമായി ആരാണ് ഭരിക്കുന്നത്? സഹാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ്. അങ്ങയുടെ അടുത്ത സുഹൃത്തല്ലേ? എന്നിട്ടും അത് ശരി, അത് പോയ ദിവസങ്ങളിലെല്ലാം ഡിസ്കസ് ചെയ്താണല്ലോ വസന്ത്. ഇത് നോക്കൂ, ഈ തിട്ടൂരത്തിന് കോൺഗ്രസ് വഴിപ്പെടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, അദ്ദേഹത്തിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട്, അപ്പൊ പിണറായി വിജയൻ നിങ്ങളെ അടുത്ത സുഹൃത്തല്ലേ, എന്നിട്ടും എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് ബേസ്ലെസ് ആണ് എന്നതായിരുന്നു ഞങ്ങളുടെയും ടേക്ക്, നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളുടെയും ടേക്ക്. ഇന്നിതാ അതിനെ കുറച്ചുകൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ട് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് കുറച്ചു മുമ്പ്. ആരാണത്? ഈ ഇന്ത്യയിലെ 1-ാം നമ്പർ കോമ്രേഡ്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് 1-ാമത്തെ കോമ്രേഡ് അത് സഹാവ് MA ബേബിയാണ്. സഹാവ് MA ബേബി പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പോകില്ല. അദ്ദേഹം പറയുന്ന വർഗീയ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള രജിസ്ട്രേഷനും ഇല്ല, ഞങ്ങൾ അതിനെ ഓൺ ചെയ്യാൻ നിൽക്കുന്നില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞ ഈ ഉളമ്പറയ്ക്കുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബസിൽ MA ബേബിയെ കൂടി പ്രവേശിപ്പിക്കേണ്ടി വരുമോ? CPI നേതാക്കൾ വളരെ കൃത്യമായി, CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി എടുക്കേണ്ടി വരുമോ? വരില്ല. എന്തുകൊണ്ടാണ്? CPM പക്ഷത്തു നിന്നും CPI പക്ഷത്തു നിന്നും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമില്ല. എന്നാൽ ഇതാ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേരള പൊതുമനസാക്ഷിയുടെ മുമ്പിൽ ഒരു ടേക്ക് എടുക്കുമ്പോൾ, ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഞങ്ങളെ കടന്നാക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താ? മുള്ളു മുരിക്ക് മൂർഖൻ എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ CPM-ഉം BJP-യും സംഘ് പരിവാറും എല്ലാവരും ചേർന്ന് പറയുന്നത്, ഇത് UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും കേട്ടോ, UDF വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കും കേട്ടോ, UDF വന്നാൽ അതുണ്ടാവും കേട്ടോ, ഇതുണ്ടാവും കേട്ടോ. അപ്പൊ ഇവർക്കൊരു കാര്യം മനസ്സിലായി, UDF വരാൻ പോവുകയാണ്. അത് അവർ അംഗീകരിച്ചു, നല്ല കാര്യം. പക്ഷേ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഭരിക്കുമെന്ന് മാത്രമല്ല, അങ്ങനെ ഭരിച്ചാൽ മാറാടക്കമുള്ള കലാപങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞ് ഇവിടുത്തെ ഞാൻ ചോദിച്ചതിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങ് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞത്. ശരിയാണ്. ഞാൻ ചോദിക്കുന്ന ഇതാണ്, അഹങ്കാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറയുമ്പോൾ അതിന് വഴിപ്പെടാൻ കോൺഗ്രസ് തയ്യാറാണോ എന്നുള്ളതാണ്. അങ്ങ് ചുരുക്കി പറയണം, കാരണം ഇത്രയും നേരം ചോദിച്ചിട്ടും പറഞ്ഞില്ല. 1 മിനിറ്റ് പോയിന്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. മാധവ് കേട്ടില്ലേ? അതായത് എന്താണ് ഞാൻ പറഞ്ഞത്? സമുദായ നേതാക്കൾ തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കേരളത്തിന്റെ മതേതര മനസ്സിന് പോറലേൽപ്പിക്കുന്നതാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. അത് ചൂണ്ടിക്കാണിക്കുന്നത് അഹങ്കാരമാണ് എന്ന് ആരും റീഡ് ചെയ്യില്ല. സെക്യുലർ മൈൻഡഡ് ആയ ആരും റീഡ് ചെയ്തില്ല. ഇനി അത് ചൂണ്ടിക്കാണിക്കുന്നതിന് അഹങ്കാരം എന്ന് വിളിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാനും അങ്ങ് മടങ്ങുന്ന പൊതു മനസാക്ഷി ഉണ്ടല്ലോ. നാളെ നമ്മുടെ മക്കൾ നമ്മുടെ എന്നോട് ചോദിക്കും. ശരി, ക്ലിയർ ആണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ M പ്രകാശ് മാസ്റ്റർ, നോക്കൂ, 3ാമതും പിണറായി വിജയൻ ഭരിക്കുമെന്ന മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച അതേ വെള്ളാപ്പള്ളിയാണ് ഇന്ന് പറയുന്നത് സതീശൻ ഈഴവരെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഇതൊരു രാഷ്ട്രീയ കൊട്ടേഷനാണോ? ഇവിടെ ഈ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ തരാതരം പോലെ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിലപാടുകൾ എടുക്കുന്ന
കോൺഗ്രസിൻ്റെ സമീപനം സംബന്ധിച്ച് ഉയർന്നിരിക്കുന്നതാണ് ഇന്നത്തെ വിമർശനത്തിൻ്റെ ഉള്ളടക്കം. ഇപ്പോൾ വർഗീയതക്കെതിരായിട്ട് ഞാൻ പോരാടും എന്ന് ഇവിടെ കോൺഗ്രസും അതിൻ്റെ പ്രതിപക്ഷ നേതാവും പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മലയാളിക്കാവാത്തത് എന്തുകൊണ്ടാണ്? RSSകാരെ ചേർത്ത് കോൺഗ്രസ് ഒന്നിച്ച് മത്സരിച്ച സന്ദർഭങ്ങൾ വടകരയിലും ബേപ്പൂരിലും കണ്ടവരാണ് കേരളീയർ. ഇപ്പോൾ സമുദായ നേതാക്കന്മാരാണ് ജനങ്ങളെ വർഗീയവൽക്കരിക്കുന്നത്. ഈ പ്രസ്താവന ഈ പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. എന്നാൽ അദ്ദേഹം തന്നെ പിന്നീട് ഈ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരകില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21 തെരഞ്ഞെടുപ്പിൽ വന്നതിനെ സംബന്ധിച്ചാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാരും ജാതി സംഘടനകളും സമുദായ സംഘടനകളോടും വർഗീയ പ്രസ്ഥാനങ്ങളോടും സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ള വിഷയം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ പേര് ഏറ്റവും ഗൗരവമായി ഉപയോഗിച്ചുവല്ലോ കോൺഗ്രസ്, ലീഗും അതുപോലെ കോൺഗ്രസും UDFും. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉപയോഗിച്ചത്? വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. വെള്ളാപ്പള്ളി ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്. അതിന് ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ച കാര്യമാണല്ലോ മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയെന്ന്. മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയതും വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളൊന്നും എന്താ ബന്ധമുള്ളത്? അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടം പോലെ തരാതരം പോലെ വോട്ടുകൾ കിട്ടാനും അധികാര കസേര സ്വായത്തമാക്കാനും എന്തുമാവാം എന്ന് പറയുന്ന നിലപാടിനാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്. നേരത്തെ BJPക്കാരുമായി അത് UDFിനെതിരെയുള്ള കാരണം ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. VD സതീശൻ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ശ്രീ വസന്തിനോട് പറഞ്ഞത്, വസന്തിനോട് ചോദിച്ചത്. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമുദായിക നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പൊതുസമൂഹത്തിന്റെ നടുവിൽ നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചത് മൂന്നാമതും പിണറായി വിജയൻ എന്നാണ്. അപ്പോൾ അത് ഐക്യപ്രഖ്യാപനമാണല്ലോ. അതേ വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത് സതീശൻ ഈഴവരെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന്. അതായത് പിണറായി വിജയൻ ഐക്യം പ്രഖ്യാപിക്കുന്ന അതേ ആളാണ് സതീശനൊരു സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അത് കറതീർന്ന രാഷ്ട്രീയ ഐക്യ പ്രഖ്യാപനമാണ്. അല്ല, ഇതില് സമുദായ സംഘടനകൾ നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചിട്ടല്ല. അവരവരുടേതായിട്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ അവരവരുടേതായിട്ട് നിലപാടുകൾ പരസ്യമായിട്ടും ചിലപ്പോൾ പരസ്യമല്ലാതെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സതീശനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയുന്ന കാര്യം. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായ നിലക്കുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഇവിടെ ഇപ്പോൾ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ സാമുദായിക സംഘടനകളോട് ഞങ്ങളുടെ നിലപാട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ കോൺഗ്രസും UDFും സ്വീകരിക്കുന്ന നിലപാടെന്താ? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാമുദായിക സംഘടനകളെയും വർഗീയ പ്രസ്ഥാനങ്ങളെയും എല്ലാം ഒരേ കുടക്കീഴിൽ അണിനിരത്താനുള്ള നിലപാടാണല്ലോ UDF സ്വീകരിച്ചത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPIയെയും വെൽഫെയർ പാർട്ടിയെയും എന്തിന് RSSകാരെ പോലും അധികാര കസേര ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ഒരു തെളിവാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് ആരെയും ആശ്രയിക്കാം, അതുപോലെ നിലപാടുകൾ മാറ്റി പറയാം. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞങ്ങളുടെ നിലപാട് ഈ സമൂഹത്തിനകത്തുള്ള സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള നിലപാടാണ്. അവർ വ്യത്യസ്ത സാമുദായിക പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെടുത്ത നിലപാട് ഇവിടെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് സംവരണത്തിന് ആനുകൂല്യം കിട്ടണമെന്നാണ്. അത് ഏത് പേര് ജാതിഭാഗത്തിൽപ്പെട്ടവരായാലും അത് ഞങ്ങളുടെ നിലപാട് സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഓരോ സന്ദർഭത്തിലുള്ള ജാതി പ്രസ്ഥാനങ്ങളെ ആ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന UDF ആണ്. അവരെങ്ങനെയെങ്കിലും തങ്ങളുടെ കൂടെ കൊണ്ടുവരിക, വർഗീയ പ്രസ്ഥാനങ്ങളെ കൂടെ കൊണ്ടുവരിക. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായ നിലയ്ക്ക് പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് എത്ര ശക്തമായ ഏത് സമുദായത്തിലെ ആണെങ്കിലും പാവപ്പെട്ടവർക്ക് സംവരണം കിട്ടണം എന്നുള്ളതാണോ പാർട്ടി നിലപാട്? അത് സാമ്പത്തിക സംവരണത്തിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്. അങ്ങനെയാണോ നിലപാട്? ഇന്ത്യയിൽ ആദ്യമായിട്ട് മുന്നോക്ക ജാതിയിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് സംവരണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്ത്യയിലെ ഏക പാർട്ടി CPIM ആണ്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഞങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ട നിലപാട് സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട അധ്വാനിക്കുന്നവരായിട്ടുള്ള ആളുകൾ. ഞാനതാണ് പറഞ്ഞത്. ഇവിടെ ഞങ്ങളുടെ സംവരണത്തോട് നിലപാട് വളരെ വ്യക്തമാണ്. സാമുദായിക സംവരണ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ മുന്നോക്ക ജാതിയിൽപ്പെട്ടിരിക്കുന്ന വളരെ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന
സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് സംവരണം കൊടുക്കണം, ഒരു നിശ്ചയ ശതമാനം എന്ന് ആവശ്യപ്പെട്ട പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയാണ് 5% സംവരണം അവർക്ക് വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ സാധാരണക്കാരന്റെ പക്ഷത്ത് നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ജാതി പ്രസ്ഥാനങ്ങൾ, സാമുദായിക സംഘടനകൾ അവരുടെ നിലപാടുകൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ നിലപാടിനെ വിലയിരുത്തും. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവരുമായിട്ട് അവരുടെ സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പിന്നെ അവർക്ക് തോന്നുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. മറ്റു പാർട്ടികൾ അധികാര കസേരയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് വരുമ്പോൾ അവരാ നിലപാട് നിരാകരിക്കും. അതിൻ്റെ ബഹിസ്ഫുരണമാണ് ഇന്നുണ്ടായിരിക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് ഇവിടെ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട് ഇത്രമാത്രം രൂക്ഷമായ വിമർശനത്തിന് കോൺഗ്രസ് വിധേയമാവുന്നു? എന്തുകൊണ്ട് വി.ഡി. സതീശനെ ഈ നിലക്ക് കഠിനമായി ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ സാമുദായിക സംഘടന മുന്നോട്ടേക്ക് വരുന്നു? അത് അവരാണ് പറയേണ്ടത്, അവരോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും അധികാര കസേരയ്ക്ക് വേണ്ടി മാത്രം നിലപാടുകൾ പോലും മാറ്റിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് UDF സ്വീകരിക്കുന്നത്. ഇത് ശരിയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എന്ന നിലപാട് ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അവർ ഞങ്ങളുടെ നിലപാടിനകത്ത് എന്തെങ്കിലും അവ്യക്തതയില്ല. നിലപാട് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ആണ്. തരാതരം പോലെ അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നിലപാടിലും മലക്കം മറിയുന്ന കോൺഗ്രസിന്റെ സമീപനം, അതാണ് ഇന്നത്തെ വിമർശനത്തിന്റെ അടിസ്ഥാനപരമായി. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇന്നിപ്പോ അവിടെ നിന്ന്, അതായത് പെരുന്നയിൽ നിന്ന് ഉള്ള വിമർശനം വി.ഡി. സതീശന് മാത്രമായിട്ടുള്ളതല്ല, അത് നിങ്ങളുടെ MP സുരേഷ് ഗോപിക്ക് അടക്കമുള്ളതാണ്. BJP ശബരിമലയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? സുരേഷ് ഗോപി അന്ന് വന്നത് വോട്ടിന് വേണ്ടി മാത്രമാണ് എന്ന വിമർശനം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ആകെ ഗുണഭോക്താക്കൾ ഇടതുപക്ഷം മാത്രമാണോ? അല്ല മാധു, നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിനകത്ത് സാമൂഹിക, സാംസ്കാരിക അല്ലെങ്കിൽ സാമുദായിക നേതൃത്വങ്ങളുടെ ഒരു ഐക്യമുണ്ടാവുകയും സാമുദായിക നേതൃത്വങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയുടെ നേരെ കൃത്യമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതൊക്കെ വരാനുള്ളൊരു സാഹചര്യം? നമ്മൾ ഒരു കാര്യം വരുമ്പോൾ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ, ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ ആയിക്കോട്ടെ, ബഹുമാനായിട്ടുള്ള ശ്രീ സുകുമാരൻ നായർ ആയിക്കോട്ടെ, സാമുദായിക നേതാക്കന്മാർ ഒരുമിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണെന്ന് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസ്സുകാർ എല്ലാം കൈയഴുകി പോകുന്നത് ശരിയല്ലല്ലോ. വി.ഡി. സതീശൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും, ആ കോൺഗ്രസ് പാർട്ടി കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വർഗീയ ഒരു ക്രോഡീകരണമുണ്ട്. എന്തുകൊണ്ടാണ്? ജമാഅത്തെയും SDPഐയും പോലെയുള്ള സംഘടനകളെയും മുസ്ലിം ലീഗിനെയും കൈകൾ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നു ഒരു വിഭാഗത്തിലേക്ക് എന്ന് പറയപ്പെടുന്ന കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതിനകത്ത്. ഞാൻ ചോദിക്കട്ടെ, കൃത്യമായ കേരളത്തിൽ വർഗീയം പറഞ്ഞുകൊണ്ട് ആ വർഗത്തിൽ മതമാണ് 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 എല്ലാം എന്ന് ചിന്തിക്കുന്നു, സ്വന്തം മതത്തിൻ്റെ താല്പര്യങ്ങൾ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതത്തിൻ്റെ രാഷ്ട്രീയവാദത്തിനെ സംരക്ഷിക്കുകയും ഒപ്പം ജമാഅത്തെ പോലെയുള്ള ഏറ്റവും വലിയ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ കൂട്ടുപിടിക്കുകയും ഏറ്റവും വലിയ തീവ്രവാദ സ്വഭാവത്തിൻ്റെ ശൈലിയിലേക്ക് പോകുന്ന SDPI പോലെയുള്ളൊരു സമൂഹത്തെ കൂട്ടുപിടിക്കുകയും ചെയ്ത് ആ കുടക്കീഴിൽ കോൺഗ്രസിനെ കൊണ്ട് കെട്ടിയ സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പുറത്തുള്ള ആളുകൾക്ക് ഭയമുണ്ടാകാം, ആ ഇപ്പുറത്തുള്ള ആളുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകും, ഐക്യമുണ്ടാകും. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് കേരളത്തിനകത്ത് ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ടാകുന്നത്. അത് വളരെ കാര്യമാണ്. ഈ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന സംവിധാനവും ഇതേ ആളുകളൊക്കെ കൂട്ടുപിടിച്ചവരാണ്, വലതുപക്ഷവും ഇതേ ആളുകളെ കൂട്ടുപിടിച്ചവരാണ്. ഇന്ന് സതീശൻ എന്താണ് പറയുന്നത്? മതേതരം. എന്താണ് ഈ മതേതരം? ആ മതേതരത്തിൻ്റെ അർത്ഥമൊന്നും അത് പറയൂ. ഇവർ പറയുന്നത് എന്താണ്? ലീഗ്, സതീശൻ പറഞ്ഞൊരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ വാക്കും കോൺഗ്രസിൻ്റെ നാക്കും ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, CAA സമരവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് നടന്ന ഒരു മീറ്റിങ്ങിൽ, ഒരു പൊതു മീറ്റിങ്ങിൽ മുസ്ലിം ലീഗ് പ്രസംഗിച്ചല്ലോ എന്താണ്? കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള CPMന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അതിന് വ്യഭിചാരമായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ ലീഗിന്റെ നയത്തോട് കോൺഗ്രസ് അംഗീകരിക്കുന്നത് അത് വർഗീയമായി അംഗീകരിക്കേണ്ടോ? അത് മതേതരത്തിന്റെ ലക്ഷണമായിട്ടാണോ കോൺഗ്രസ് കാണുന്നത്? സ്വാഭാവികമായിട്ട് അതൊരു ഭയം ഉണ്ടാക്കുന്നുണ്ടെന്ന് കേരളത്തിലെ സമൂഹത്തിനകത്ത്. ജമാഅത്തുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് പേടിയുണ്ടെന്നേ. ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ ഒരു കാര്യം മാധു മനസ്സിലാക്കേണ്ടത്, ഒരു വിഭാഗത്തിന്റെ ശബ്ദം മാത്രമായിട്ട് ഇതിനെ കാണണ്ട. ഇത് കേരളത്തിനകത്ത് വർഗീയ ചേരിയുടെ കുടയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുകെട്ടിയ സതീശൻ ഈ ജനങ്ങളെ ഭയപ്പെടുത്തുന്നു, ഭീതിയിലാഴ്ത്തുന്നു. കാരണം എന്താണ്? അവർ പരിപൂർണമായി വർഗീയവാദികളായി മാറുന്നു. മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഷാജി പറഞ്ഞിട്ടുള്ള മതമാണ് 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 എല്ലാം എന്ന് പറഞ്ഞ കാര്യത്തിനെ തള്ളി പറയാൻ കാലം ഇന്ന് വരെ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല? നോക്കൂ, കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും അതിന്റെ ഉത്തരവാദിത്വം വേണ്ടേ? രമേശ് ചെന്നിത്തലയോളം ലക്ഷണമൊത്ത മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അത്രമേൽ ഗുണവാൻ ഇനി ആര് ഭൂമിയിൽ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന് മൊത്തമായ പ്രശ്നമില്ല, പ്രശ്നമാകെ സതീശനേ ഉള്ളൂ എന്നതാണ് പെരുന്നയിൽ നിന്നുള്ള അഭിപ്രായം.
പെരുന്നയിലും അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഇന്നത്തെ സംഭാഷണങ്ങളും ആ ഒരു ഏകീകരണവും അതിനുള്ള എല്ലാവരുടെയും മറുപടികളും ഒക്കെ ഉണ്ടാകുന്നത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വർഗീയ ചേരികൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. വി.ഡി. സതീശൻ്റെ വാക്കുകളാണ്. മുസ്ലിം ലീഗിൻ്റെ നാക്കും ഞങ്ങളുടെ പ്രവൃത്തിയും ഒരുപോലെ, ഞങ്ങളുടെ നാവും ഒരുപോലെയാണെന്ന് പറയുന്നിടത്താണ് ഇതിനകത്ത് പ്രശ്നം. 1906 മുസ്ലിം ലീഗിൻ്റെ ആ നയം പിന്തുടർച്ചാവകാശം മുസ്ലിം ലീഗ് ഇന്ന് നിഷേധിക്കപ്പെടുന്നുണ്ടോ? ഇവിടെ നിഷേധിക്കുന്നുണ്ടോ? വിഭജനത്തിന് മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ടോ? ആ എതിർക്കാത്ത മുസ്ലിം ലീഗിനെ സംരക്ഷിക്കുന്നവരാണ് ഇവർ. അപ്പോൾ ആ ചരിത്രം 35-ലായിക്കോട്ടെ 47-ലായിക്കോട്ടെ വള്ളുവനാടും മേയർനാടും ഒരുമിച്ച് നിന്നുകൊണ്ട് മാപ്പിളസ്ഥാൻ വേണമെന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ KTM അഹമ്മദ് സേട്ടിൻ്റെ വാദത്തെ ഇന്ന് മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ടോ? വി.ഡി. സതീശൻ എതിർക്കുന്നുണ്ടോ? അപ്പോൾ ജമാഅത്തെ പോലെയുള്ള വ്യക്തികൾ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ ഇവർ എതിർക്കുന്നുണ്ടോ? പിന്നെ അവർ വലത് കൈയിൽ ജമാഅത്തെയും ഇടത് കൈയിൽ SDP-യും കഴുത്തിൽ മുസ്ലിം ലീഗും വെച്ച് കൃത്യമായ വർഗീയം, കൃത്യമായ ജാതീയത, കൃത്യമായിട്ടുള്ള മതാടിസ്ഥാനത്തുള്ള രാഷ്ട്രീയമാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം. വികസന കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് വികസനമല്ല മതമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ജാതിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന ശൈലിയിലേക്ക് കോൺഗ്രസ് അധപതിച്ചു പോകുന്നിടത്താണ് ഇപ്പുറത്ത് ഈ വക സംഭാഷണങ്ങൾ ഉണ്ടാകുന്നതും ഏകീകരണം ഉണ്ടാകുന്നതും. അത് ഭയമാണ്, അത് ചെറിയ ഭയമല്ല. ഇവിടെ കേരളത്തിനകത്ത് പറയുന്നതാണ്. ഇത് 48-ലെ ലീഗാണ് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല എന്നിരിക്കെയും ആ ആരോപണം വീണ്ടും തുടർച്ചയായി ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ശരി, ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് അടുത്ത ചന്ദ്രസേന നോക്കുമ്പം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈഴവ NSS ഐക്യം തകർക്കാൻ ലീഗാണ് ശ്രമിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇത് കോൺഗ്രസിനെതിരെ, ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിനെതിരെ എണ്ണം പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. ഇടതുപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മുസ്ലിം പ്രീണനത്തിനായി LDF പുറപ്പെടുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആരോപിച്ചിട്ട് ഏറെക്കുറെ 1.5 വർഷമേ ആകുന്നുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ശത്രുക്കൾ ആരാണ്? അടുത്ത ചന്ദ്രശേഖരൻ കേൾക്കാമോ? കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം. ഇടയ്ക്കൊന്ന് വിട്ടുപോയി. ഇടയ്ക്ക് കേട്ടോണ്ടിരുന്ന ലാസ്റ്റ് പറഞ്ഞാൽ അടുത്ത ചന്ദ്രശേഖരൻ, ഞാൻ ചോദിച്ച യഥാർത്ഥത്തിൽ, അതായത് അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നത് പറഞ്ഞ പോലെ എല്ലാവരും വെള്ളാപ്പള്ളി നടേശനെയും വെള്ളാപ്പള്ളി നടേശൻ കുത്തകയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സമുദായത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. യഥാർത്ഥത്തിൽ ആരാണ് അദ്ദേഹം ശത്രുപക്ഷത്ത് കാണുന്നവർ? അങ്ങ് പറഞ്ഞുകൊള്ളൂ, എനിക്ക് വ്യക്തമായി. വെള്ളാപ്പള്ളി നടേശനാണ് യഥാർത്ഥത്തിൽ SNDP യോഗത്തെ തകർക്കുന്നതും. ഞാൻ ആ കാര്യത്തിലേക്ക് ഒരു 2 മിനിറ്റ് വരാം. ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആണ് ഇവിടെ വർഗീയത പരത്തുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നതും. മുസ്ലിം ലീഗാണ് NSS SNDP യോഗത്തിൻ്റെ ഐക്യത്തെ തകർത്തതെന്നുള്ള ആരോപണമാണ് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പോയി പ്രസംഗിച്ചത് ഏത് വർഷമാണെന്നറിയോ? പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദിയല്ലേ? ആ വെള്ളാപ്പള്ളി നടേശൻ 2016 കേരളമെമ്പാടും ഹെലികോപ്റ്ററിൽ നടന്ന് പ്രസംഗിച്ചപ്പോൾ ആ സമയത്ത് പിണറായി വിജയൻ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പിണറായി വിജയൻ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ. ആ പുസ്തകത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഞാൻ വേണമെന്ന് 2-3 കാര്യങ്ങൾ പറയാം. ജാതി കോമരം, വങ്കൻ, സമുദായ ഭ്രാന്തൻ, അഴിമതിക്കാരൻ, അബ്കാരി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ, ഈ വിശേഷണം വെള്ളാപ്പള്ളി നടേശനെ ചാർത്തിയത്. ആ 2016 തെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നേ. അതെന്തുകൊണ്ടാണ് വന്നത്? ഇയാൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശന് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ SNDP-ക്കാർ ഈഴവർ വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം അധികാരത്തിൽ വരുമോ? ഞങ്ങളൊക്കെ അന്ന് LDF-നെ സപ്പോർട്ട് ചെയ്തവരാണ്. ഞങ്ങൾ SNDP സംരക്ഷണ സമിതി എന്നുള്ള അന്നുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തവരാ. പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളെ ശിരസാ വഹിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് വന്നത് ഞങ്ങൾക്കറിയില്ല. അതിൻ്റെയൊക്കെ ഇക്വേഷൻ എനിക്കറിയില്ല. അതിൻ്റെ രാസ പരിണാമം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ പ്രധാനമായും അറിയേണ്ടുന്നൊരു കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. ഇദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗാണെന്ന്. ഈ മുസ്ലിം ലീഗ് SNDP യോഗവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഉമ്മർ ബാഫക്കി തങ്ങളെ അറിയാമല്ലോ. ഉമ്മർ ബാഫക്കി തങ്ങളിൻ്റെ കുടുംബ വീട്
ആ കുടുംബ വീടിൻ്റെ ഒരു ഭാഗമാണ് കൊയിലാണ്ടിയിലെ SNDP യോഗത്തിൻ്റെ കോളേജ് ആരംഭിക്കാൻ തന്നത്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അന്ന് SNDP യോഗത്തിന് യഥാർത്ഥത്തിൽ നേതാവായിരുന്ന R ശങ്കരെ കൊണ്ടുപോയി കണ്ണൂരിൽ കൊണ്ട് ജയിപ്പിച്ചത് മുസ്ലിം ലീഗിൻ്റെ സഹായമുണ്ട്. അതുകൊണ്ടല്ലേ SNDP യോഗത്തിന് ഇത്രയും കോളേജുകളൊക്കെ ഉണ്ടായത്. ആ കോളേജുകളിൽ ഇരുന്ന് ഈ പറയുന്ന മുഴുവൻ നിയമനങ്ങളും നടത്തി കോഴ വാങ്ങിച്ച് ബാർ ഹോട്ടലുകൾ പണിയുന്നതല്ലാതെ SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് എന്ത് പ്രയോജനം? അത് ഏറ്റവും കുറഞ്ഞ പക്ഷം അതിൻ്റെ ആസ്ഥാന മന്ദിരം ജപ്തിയില്ല. അതൊന്ന് പിൻവലിപ്പിച്ച് തരാമോ? SNDP യോഗത്തിൻ്റെ ആസ്ഥാന മന്ദിരം ജപ്തിയിൽ നിന്ന് പിൻവലിപ്പിച്ചിട്ട് ആ മൈക്രോ ഫിനാൻസ് പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് 3% പലിശ കിട്ടണമെന്ന വായ്പ ഒന്ന് കൊടുക്കാവോ ഈ ഗവൺമെന്റിനെ കൊണ്ട്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വെള്ളാപ്പള്ളി നടേശൻ ഇത്ര വർഗീയത പറയുന്നല്ലോ. ഈ വർഗീയത പറയുന്ന ആൾ എന്ത് കാര്യം SNDP യോഗത്തിന് ചെയ്തു തന്നിട്ടുണ്ട്? EWS നടപ്പിലാക്കി. വർഗീയത വന്നപ്പോൾ EWS നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞ 30 വർഷക്കാലമായി കിട്ടിയ മുഴുവൻ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് മുഴുവൻ നാമാവശേഷമായ പ്രസ്ഥാനം. വർഗീയത എപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ്? ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഭരണത്തിലുണ്ടോ? ഈ 10 വർഷക്കാലം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണല്ലോ ഭരിക്കുന്നത്. എന്ത് നേടി? SNDP യോഗത്തിന് 1 സെന്റ് ഭൂമി സംഭാവന ചെയ്യാൻ കഴിഞ്ഞോ? ഒരു കോളേജ് കിട്ടിയോ? ഒരു സ്കൂള് കിട്ടിയോ? ഏതെങ്കിലും ഒരു സ്ഥാപനം കിട്ടിയോ? നേരെ മറിച്ച് മുരുകമ്മല, വാഗമണി നിങ്ങൾ പോകുമ്പോൾ അറിയാം, അവിടെ മുരുകമ്മല പതിച്ചു കൊടുത്തത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിലെ ധനകാര്യമന്ത്രിയായിരുന്ന റവന്യൂ മന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ മുരുകമ്മലയുടെ തൊട്ടടുത്ത് ക്രിസ്ത്യൻ സമുദായത്തിനും പതിച്ചു കൊടുത്തു സ്ഥലം. ആ സ്ഥലത്ത് ഇന്ന് തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ന് മുരുകമ്മലയിലെ മുരുകൻ ഓടി രക്ഷപ്പെട്ടു. കാരണം അവിടെ കാട് പിടിച്ച് കിടക്കുക. 1 സെന്റ് ഭൂമി വാങ്ങിയിട്ടില്ല. ഒരു സ്ഥാപനത്തിന് അപേക്ഷ കൊടുത്തിട്ടില്ല. SNDP യോഗത്തിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അവിടെ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ സുകുമാരൻ നായരുടെ ആസ്ഥാനത്ത് പോകുന്നു. പെരുന്നയിലാണ് പോകുന്നത്, സുകുമാരൻ നായർ വീട്ടിലല്ല പോകുന്നത്. SNDP യോഗത്തിൻ്റെ നേതാവിനെ കാണാൻ ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ കൊല്ലമാണ്. ആ കൊല്ലത്ത് ആസ്ഥാനത്ത് 1996 ശേഷം ഒരു നേതാവ് ഇവിടെ വന്നിട്ടുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ എത്ര ദിവസം ആ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്? അപ്പോൾ SNDP യോഗം എന്ന് പറയുന്ന അതിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ ചോരയും സ്വത്തും ഊറ്റി കുടിച്ചിട്ട് ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് അവരെ മുഴുവൻ കച്ചവടച്ചരക്കാക്കുക. ഇപ്പോൾ നായാടി മുതൽ നമ്പൂരി വന്നിട്ട് ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ ആര് മുതലാ? വെള്ളാപ്പള്ളി നടേശൻ മുതൽ ഈ ബെൽ ചിട്ടിഫണ്ടിലെ ഒരു ക്രിസ്ത്യൻ ആളുണ്ട്, അയാൾ വരെ ഉള്ളതാ, അല്ലാതെ വേറെ ക്രിസ്ത്യാനിയില്ല. ഈ വെള്ളാപ്പള്ളി നടേശൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മതപരിവർത്തനത്തിന് വിധേയരായത് ഈഴവരാ. തിരുവല്ല ഉൾപ്പെടെ, പുനലൂർ ഉൾപ്പെടെ, നിരവധി പത്തനാപുരം ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ അവിടെ ആ പറയുന്ന മതപരിവർത്തനം നടത്തിയ ഇവാഞ്ചലിക്കൽസ് ആ ഗ്രൂപ്പിന് SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ദിരം വിട്ടുകൊടുത്തിരിക്കുക അവരുടെ പ്രാർത്ഥന നടത്താൻ. ആ വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടെ ഈ മതത്തെ പറ്റി ഈ കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കോട്ടയത്ത് പറഞ്ഞത് ക്രിസ്ത്യാനികളെല്ലാം കൈയടക്കുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ശരി. അതേ വെള്ളാപ്പള്ളി നടേശനാണ് ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്കടക്കം മുസ്ലിങ്ങളെ പേടിച്ച് ജീവിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നൊരു പരാമർശം നടത്തിയത്. ഒരു മിനിറ്റ് കൂടി ഇവിടെ അല്ല ഏതാ അങ്ങ് പറയും പെട്ടെന്ന് പറയും. കേൾക്കുന്നില്ല. ഇവിടെ VD സതീശനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് വരുന്നതിനെ അല്ല അവർ എതിർക്കുന്നത്, VD സതീശനെ എതിർക്കുന്നു. എന്തുകൊണ്ട്? VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അഴിയേണ്ടവന്നേ. ഈ മൈക്രോ ഫിനാൻസ് കേസൊക്കെ 100% അന്വേഷണം നടക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരായ, കോൺഗ്രസിന് ഇഷ്ടക്കാരായ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. പെരുന്നയിലെ ഇദ്ദേഹത്തിനും താല്പര്യം അല്ല, കോൺഗ്രസിനോടല്ല അവർക്ക് എതിർപ്പ്. നിലപാടുള്ള ഒരാളാണ്. ചോദ്യം ചെയ്തു രമേശ് ചെന്നിത്തലയേക്കാൾ ഗുണവാൻ മറ്റാരാണുള്ളത് എന്നൊരു ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തു. ശ്രീ വസന്ത്, അതായത് ശ്രീ വസന്ത്, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നുണ്ടാകുന്ന പ്രസ്താവനയാണ് ക്രിസ്ത്യാനികളടക്കം ഭയത്തോടു കൂടിയാണ്, മുസ്ലിങ്ങളോടുള്ള ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന്. മലപ്പുറം പ്രസ്താവന ഓർമ്മയുണ്ടാകും. അതിനെ പിന്നീട് അദ്ദേഹം ന്യായീകരിച്ച് വശം കെട്ട് കിടന്ന് ഉരുണ്ട് ഒക്കെയാണ് ഒന്ന് സമാധാനത്തിലേക്ക് എത്തിച്ചത്. അതായത് ഇന്നിപ്പോൾ വേറെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. ഈ നാട്ടിലുള്ള നിയമവ്യവസ്ഥ ഇത് കാണുന്നില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. നോക്കൂ മാധു, ഞാൻ ഈ ചർച്ച ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ചർച്ചയിൽ നമ്മുടെ ഒരു സിനിമയിൽ തിലകൻ ചേട്ടനും യശശരീരനായ ശ്രീനിവാസനും കൂടി ഒരു സൈക്കിളിൽ പോകുമ്പോൾ എന്റെ ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ
ഈ ചർച്ചയിലെ CPM BJP പ്രതിനിധികളുടെ ശബ്ദം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുകയാണ്. രണ്ടു കൂട്ടരും പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ ഭരിക്കും, മുസ്ലിം ലീഗിന്റെ പ്രീണനം ഉണ്ടാകും, അങ്ങനെ ഇവിടെ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന കണക്കിന് രണ്ടു കൂട്ടരും ഒരേപോലെ ഒരേ ശബ്ദത്തിൽ പറയുമ്പോൾ സംഘ് പരിവാറിന്റെ മൈക്രോഫോണായി CPM പ്രതിനിധി പോലും ഈ ചർച്ചയിൽ മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായും ശ്രീ വെള്ളാപ്പള്ളി നടേശനും അത് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മറ്റൊരു തരത്തിൽ കാണുക? നോക്കൂ, ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായി വിമർശനം വരുന്നെങ്കിൽ കേരളത്തിൽ അത് ഏറ്റവും തീവ്രമായി ഉന്നയിച്ചാണ് സഖാവ് പിണറായി വിജയനാണ്. ഏറ്റവും രൂക്ഷമായി കേരളത്തിലെ തൊഗാഡിയ എന്ന് വിളിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അഡ്രസ് ചെയ്യുന്നത് സഖാവ് പിണറായി വിജയനാണ്. അപ്പൊ എന്നിട്ടാണ് പ്രകാശൻ മാസ്റ്റർ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നു പറയുന്നത് തരാതരം നോക്കി നിലപാട് മാറ്റുന്നവരാണ് കോൺഗ്രസ് എന്ന്. നോക്കൂ, കേരളത്തെ തൊഗാഡിയ എന്ന് വിളിച്ച അതേ സഖാവ് പിണറായി വിജയൻ അങ്ങനെയല്ല, അദ്ദേഹം വളരെ ബഹുമാന്യനാണ്, സ്വീകാര്യനാണ്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞതെല്ലാം മറന്നേ പോയി, എനിക്ക് അൽസിമേഴ്സ് പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് മാറ്റിയത് നമ്മൾ കണ്ടതാണ്. പ്രകാശൻ മാസ്റ്ററെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രകാശൻ മാസ്റ്റർ വെള്ളാപ്പള്ളിയും കോൺഗ്രസിനെയും ഒക്കെ വിട്ടേക്കൂ, അദ്ദേഹം നടത്തിയ മലപ്പുറം സ്റ്റേറ്റ്മെന്റിനോട് CPM-ന്റെ നിലപാട് എന്താണ്? മലപ്പുറത്തിന് ആവശ്യമായ സ്കൂളുകൾ SNDP യോഗത്തിന് കിട്ടുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ നിലപാട് എന്താണ്? രണ്ട്, AK ബാലൻ, സഖാവ് AK ബാലൻ UDF അധികാരത്തിൽ വന്നാൽ മാറാതെ ആവർത്തിക്കും എന്ന് പറഞ്ഞതിനോട് സംസ്ഥാന സെക്രട്ടറിയേറ്റ് തന്നെ തള്ളിക്കളഞ്ഞെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞില്ല. അപ്പൊ എന്താണ് CPIM-ന്റെ നിലപാട്? അങ്ങനെ തുടങ്ങി ഈ സംസ്ഥാനത്ത് അവിടെയും ഇവിടെയും മറ്റോടത്തുമൊക്കെ മുഴങ്ങി കേൾക്കുന്ന ചില വർഗീയ പരാമർശങ്ങളുണ്ടല്ലോ, അതിന്റെ പിൻപറ്റി പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം അടക്കം നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊള്ളുകയാണ് പിണറായി വിജയൻ പോലീസിന്റെ കാലത്ത്. കരോളുകൾക്ക് നേരെ വലിയ ആക്രമണം നടക്കുകയാണ്. BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ നേരിട്ട് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മര്യാദയ്ക്ക് കരോൾ കടിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറയുക. എന്നിട്ട് നോക്കി ചിരിക്കുക പിണറായി വിജയൻ പോലീസ്. എന്നിട്ട് പറയാണ് കേട്ടോ, ഞങ്ങൾ വലിയ മതേതരവാദികളാണ്, ഞങ്ങളുടെ പോലീസ് അങ്ങ് എന്താണ് ഈ സംസ്ഥാനത്തെ സെക്യുലറിസത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന കണക്കിന്. അതായത് നിലപാടില്ലാതെ, നട്ടെല്ലിന്റെ സ്ഥാനത്ത് നിലപാടിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നാളെ വാഴകളെല്ലാം കൂടെ എനിക്കെതിരെ 408 ഡിഫമേഷൻ നോട്ടീസ് കൊടുക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ സർക്കാരിന്റെ നിലപാട്. ഏത്? ഈ സെക്യുലറിസത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഒരു നിലപാടില്ലാത്തവരായി CPIM മാറുന്നുണ്ട്. ആ CPIM-ന് കൊടപിടിക്കുകയാണ് സംഘ് പരിവാർ, ആ CPIM-ന് കൊടപിടിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. നേരത്തെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരേ ശബ്ദമാണ്. അതെങ്ങനെ അങ്ങനെ വരാതിരിക്കുന്നത് എങ്ങനെയാ? കാരണം മുസ്ലിം ലീഗ് ഞങ്ങളുടെ UDF-ലെ കക്ഷിയാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി UDF-ലെ കക്ഷികൾക്കെല്ലാം ഒരേ സ്വരമായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ആരുടെയൊക്കെ ശബ്ദമാണ് ഒരുപോലെ നിൽക്കുന്നത്? നിങ്ങളുടെ CPIM-ന്റെ ശബ്ദമാണ് ഒരുപോലെ നിൽക്കുന്നത്. BJP-യുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മുന്നണിയിലെ കക്ഷിയാണ് BDJS. ആ BDJS-ന്റെ നേതാവാണ്, അല്ലെങ്കിൽ സ്ഥാപക നേതാവാണ്, അതിന് കൊടി ഉയർത്തി കാണിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത നേതാവാണ് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ ആകെ നിന്ന് കേരളത്തിൽ ഓവർ ടൈം പണിയെടുക്കുകയാണ് CPM-നെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ. നിങ്ങളുടെ കക്ഷി മുന്നണിയിലെ നേതാവിന്റെ അമ്മ ആലപ്പുഴയിൽ, അമ്മയും പിതാവും സഹോദരങ്ങളും കൂടെ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട് കയറുകയാണ്, CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് കയറുകയാണ്. എന്താണ് അവസ്ഥ? അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പാലം, ആ ബ്രിഡ്ജ് പറഞ്ഞ പാലം കൂടെ വെള്ളാപ്പള്ളി നടുക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. 10 സെക്കൻഡ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് പ്രകാശൻ മാസ്റ്റർ ഇങ്ങനെ ഗീബൽസൺ തന്ത്രം പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്താ? EW എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷന് വേണ്ടി നിലപാടെടുത്തത് CPIM ആണ് ആദ്യം എന്ന്. അത് ഈ തൊഴിലുറപ്പിന്റെ കഥ പറയുന്നത് പോലെ ഇവരുടെ കഥയാണ്. നോക്കൂ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് 1991 നരസിംഹ റാവു ഗവൺമെന്റ് ആണ് ഏറ്റവും ആദ്യം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇടുന്നത്. 2005-2006 സിംഘോ കമ്മീഷനെ വെച്ചുകൊണ്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷനെ പറ്റി പഠിക്കണമെന്നും EWs ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും പറയുന്നത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞാണ് നിങ്ങളുടെ ഈ 4-3-7 പേര് കണ്ണൂരിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഡൽഹിയിൽ പോയി ചേരുന്ന ദേശീയ കമ്മിറ്റി ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കിയാൽ മതി. ശരി, ഓക്കെ. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇപ്പോ 2024 ജൂണിൽ ഇടതുപക്ഷം മുസ്ലിം പ്രീണനത്തിലൂടെ വലിയ പരാജയം ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞത് ഇതേ വെള്ളാപ്പള്ളി നടേശനാണ്. 1.5 വർഷത്തിന് ശേഷം പറയുന്നു ഈ പറയുന്ന ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് UDF ഒരു കുത്തകയായിട്ട് എടുത്തിരിക്കുകയാണ് എന്ന്. ഇപ്പൊ അവസാനം പറയുന്നതാണ് ഒരു കാര്യത്തിൽ എന്റെ നിലപാട് എന്ന് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നിലയ്ക്ക് പറയാൻ കഴിയില്ല. ഇത് ഓരോ വെള്ളിയാഴ്ചയും ഓരോ നിലപാടാന്നേ. ഇത് ഈ സാമുദായിക സംഘടനാ നേതാക്കൾ പറയുന്ന പ്രസ്താവനകളുടെ വിശദാംശങ്ങൾ, അവരുടെ ഉദ്ദേശം അത് അവരോട് ചോദിക്കണമെന്ന്. അത് CPM മറുപടി ഒരു വിഷയമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ LDF-ന്റെ ഗവൺമെൻറ്
ഈ പറയുന്ന മാറാടിനെ സംബന്ധിച്ചും വർഗീയ കലാപങ്ങളെ സംബന്ധിച്ചെല്ലാം പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് കേരളത്തിൽ ഒരൊറ്റ വർഗീയ കലാപം നടത്താൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഏത് വർഗീയവാദിയായാലും അവർ മുന്നോട്ടേക്ക് വന്നാൽ അവരെ അമർച്ച ചെയ്തിരിക്കും. അതാണോ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലം? അതായിരുന്നോ ആന്റണി ഗവൺമെന്റിന്റെ കാലം? അതായിരുന്നോ കരുണാകരൻ ഗവൺമെന്റിന്റെ കാലം? നിങ്ങൾ വർഗീയ കലാപമില്ലാത്ത ഒരൊറ്റ വർഷം പറയാൻ വേണ്ടി കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു? നിങ്ങൾ പറയുന്നു ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. സുഹൃത്തെ, താങ്കൾ പറയുന്ന സമയത്ത് ഒരു മര്യാദ കാണിക്കണം. ഒരു മര്യാദ കാണിക്കണം. നിങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ കേട്ടിരുന്നിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ് ശരിയായതുകൊണ്ടല്ല, അത് എൻ്റെ മര്യാദ കൊണ്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കണം. ഇവിടെ വർഗീയ കലാപങ്ങളില്ലാത്ത ഒരൊറ്റ മാസം പോലും കടന്നു പോയിട്ടില്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത്, ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത്. ഇവിടെ പിന്നെ RSSകാരും അതുപോലെ തന്നെ മുസ്ലിം തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടിയ കാലം ഏതാ? പരസ്പരം ആളുകളെ കൊന്ന കാലം ഏതാ? വെടിവെപ്പുണ്ടായ കാലം ഏതാ? LDFന്റെ കാലമാണോ? ഞങ്ങൾ അഭിമാനത്തോടെ പറയും 9.5 കൊല്ലക്കാലമായിട്ട് വർഗീയ കലാപങ്ങൾ ഒന്നില്ല കേരളത്തിൽ. വെറുതെ അല്ല, LDF ഗവൺമെന്റ് ആർജവം കൊണ്ടാണ്. ഒരു വർഗീയവാദിയും ആയുധമെടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് വർഗീയവാദികൾക്കെല്ലാം ഞങ്ങളോട് വിരോധം ഉണ്ടാവും, RSS ഉണ്ടാവും, അതുപോലെ തന്നെ മുസ്ലിം തീവ്രവാദികൾക്കുണ്ടാവും. അതുകൊണ്ട് വർഗീയവാദവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിലപാടുള്ള പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി CPM. ഞങ്ങൾ ആ കാര്യം ഈ രാജ്യത്താകെ തന്നെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവരാണ്. പിന്നെ എക്കോണമി വീക്കർ സെക്ഷനെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇക്കോണമിക്ക് വീക്കർ സെക്ഷനുമായി ബന്ധപ്പെട്ടാണല്ലോ സാമ്പത്തിക സംവരണം. ഞാൻ പറഞ്ഞത് ജാതീയമായിട്ട് മുന്നോക്ക ജാതിയിൽപ്പെട്ട എക്കോണമിക്കലി വീക്കർ സെക്ഷൻ സംബന്ധിച്ചാണ്. അതാദ്യമായി പറഞ്ഞത് ഒരു കോൺഗ്രസും അല്ല, ഒരു നരസിംഹറാവുമല്ല, ആദ്യമായിട്ട് CPM ആണ്. ഇവിടെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പാർട്ടിക്കാരിപ്പോൾ ആന്റണിയുടെ മകൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? കരുണാകരൻ്റെ മകൾ ആർക്ക് വേണ്ടി മുത്തലാഖ് വിളിക്കുന്നത്? നിങ്ങൾ BJPയുടെ ഇപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ പിന്നെ ആളുകളെ സംബന്ധിച്ച്. നിങ്ങളുടെ പ്രവർത്തക സമിതി നേതാവിൻ്റെ മകൻ ആർക്ക് വേണ്ടി ഇപ്പോൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്? ആർക്ക് വേണ്ടി സിദ്ധാന്തം വിളിക്കുന്നത്? കരുണാകരൻ്റെ മകൾ ആർക്ക് വേണ്ടി മുത്തലാഖ് വിളിക്കുന്നത്? അതിന് നാണമില്ലേ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി പറയാൻ? ഞങ്ങളുടെ വർഗീയവാദവുമായി ബന്ധപ്പെട്ട നിലപാട്, അതിന് നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. വർഗീയവാദത്തെ പറ്റാവുന്ന ഞങ്ങളുടെ പാർട്ടിക്ക് പരിമിതികളുണ്ട്. ഞങ്ങൾ അത്രയും വലിയൊരു പാർട്ടിയൊന്നുമല്ല. പക്ഷേ ഞങ്ങളുടെ കഴിവിനൊത്ത് വർഗീയവാദികൾക്കെതിരെ ഏറ്റുമുട്ടുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനം. അവർക്കെതിരായിട്ട് പറ്റാവുന്ന എല്ലാ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനം. വർഗീയവാദികളെ സമാധാന ഭഞ്ജനം ഉണ്ടാക്കുന്ന ഒരൊറ്റ കാര്യത്തിനും ഇടപെടാൻ അനുവദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം. കേരളത്തിലെ വർഗീയ കലാപം ഉണ്ടായപ്പോൾ അതിന് ചെറുക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാ CPIM. വിധേയത്വ കമ്മീഷനിലേക്ക് ഞങ്ങളല്ല, നിങ്ങളുടെ ഗവൺമെന്റാണ്. ആ കമ്മീഷൻ പറഞ്ഞു വർഗീയ കലാപം തടയാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് പിണറായി വിജയന്റെ പാർട്ടി CPM ആണ്. അവിടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. വർഗീയവാദം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണെന്ന് മറ്റാരെക്കാളും നിങ്ങൾക്കറിയാം. ആ സാധാരണ മനുഷ്യനെ അധികാര കസേരയ്ക്ക് വേണ്ടി ആയാലും അതിനോട് വിട്ടുവീഴ്ചയില്ല. ശരിയാണ്, UDFന്റെ സർട്ടിഫിക്കറ്റ് CPMന് ആവശ്യമുണ്ടാകില്ല, അത് CPM ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ CPMന് നിരന്തരം സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് വരെ ഭക്തൻ എന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രിയും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ഗുരുവിനെ പകർത്തിയ നേതാവാണ് എന്ന് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയുടെ വാർഷികത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവിനെ പകർത്തിയ നേതാവ് പറയുന്ന വാക്കുകളെ അപ്പോ എൻഡോഴ്സ് ചെയ്യണ്ടേ? ഒരു വ്യക്തി, അതിന് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിന് നല്ല ഭാഗം ഉണ്ടാവും, ചീത്ത ഭാഗം ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ മരിക്കുന്ന സമയത്ത് ആ മരിക്കുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തെ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗുണപരമായ കാര്യങ്ങൾ പറയുകയല്ലേ ചെയ്യുക. അപ്പം വ്യക്തികളെ ചില സന്ദർഭങ്ങളിൽ എന്താണോ പരാമർശ വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല കാര്യം പറയും. അത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കരുണാകരനെ സംബന്ധിച്ച് കരുണാകരൻ്റെ ഒരു പിന്നെ സപ്തതി ആഘോഷത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരവാർഷികത്തിലോ പ്രസംഗം നടത്തുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള എല്ലാ അഭിപ്രായവും ഇവിടെ പറയും. ശരി, മോശമല്ലേ അങ്ങനെ ഒരു ചടങ്ങിൽ പോയി പറഞ്ഞാൽ? ഉത്തമ ബോധ്യത്തിന്റെ പേരിലല്ല പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും ഒരു ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സാമുദായിക നേതാക്കന്മാരെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലല്ല ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾക്ക് സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടുണ്ട്. അതിന് നേതാക്കന്മാരുടെ മാത്രം കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല ഞങ്ങൾ SNDP യോഗത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ SNDP അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിലൂടെ നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ള പുകഴ്ത്തലുകളല്ല. വെള്ളാപ്പള്ളി നടേശനെ വ്യക്തിപരമായി പുകഴ്ത്തുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തു തന്നെ ആയിരിക്കണമല്ലോ അത് വേണ്ടത്. ഇനി ഞാൻ സമ്മതിച്ചു, പക്ഷേ
പോയിട്ട് അവിടെ ചെന്നിട്ട് മോശമല്ലേ എന്ന രീതിയിൽ ഒന്ന് പറയാൻ വേണ്ടി ഇത്തിരി പറഞ്ഞു എന്നേ ഉള്ളൂ എങ്കിൽ ശരി. ആത്മാർത്ഥതയുടെ തരിമ്പുമില്ലാതെ ഒരു വെള്ളാപ്പള്ളി സ്തുതി മാത്രമാണ് മുഖ്യമന്ത്രി നടത്തിയെങ്കിൽ ശരി. അല്ല, ഞങ്ങൾ ഈ സാമുദായിക സംഘടനകൾ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ കാണുന്നവരാണ്. അവർക്ക് എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അത് പിന്നെ സമ്പന്നരാവട്ടെ പാവപ്പെട്ടവനാവട്ടെ അവരെല്ലാമായിട്ട് ബന്ധമുള്ളവരാണ് സാമുദായിക സംഘടന. നിങ്ങൾ കാണുന്നുണ്ട് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ സാമൂഹ്യപരമായ മുന്നേറ്റത്തിൽ ഈ പ്രസ്ഥാനങ്ങൾ വഹിച്ചിരിക്കുന്ന പങ്കിനെ ഞങ്ങൾ കാണുന്നുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പിന്തിരിപ്പനായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചതിന് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ സംഘടനകളെ സംബന്ധിച്ചും അതാത് കാലത്ത് അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ വെച്ചുകൊണ്ട് പറയേണ്ട അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവർ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ അത് അവരുടെ നിലപാടാണ്. അവരാ കാര്യങ്ങൾ പറയുന്നതിന് പറയേണ്ടതില്ല എന്ന് പറയേണ്ട. ഇപ്പോൾ ഞങ്ങളത് വിമർശിച്ചിട്ടുണ്ട്. വിമർശിക്കുന്ന സമയത്ത് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെക്കുറിച്ച് അവർ നല്ലത് പറയുന്നു, പറയേണ്ടതില്ല എന്ന് പറയേണ്ട കാര്യം എന്താ? സാമുദായിക സംഘടനകൾ ഗവൺമെന്റുകളെയും പാർട്ടികളെയും സംബന്ധിച്ച് വിലയിരുത്തി പറയുന്നത് അവരുടെ നിലപാടാണ്, ഞങ്ങളുടെ നിലപാടല്ല. അവരിപ്പോ എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിലപാടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മാഷങ്ങനെ കടകം തിരിഞ്ഞു വീടരുത്. നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള നിലപാടാണ് മാഷെ പറഞ്ഞത്. അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള നിലപാട് ശരി, പോരുന്നതിക്ക് പോരട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള നിലപാടാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ സാമുദായിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അത്തരം പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുന്നത്. എന്നാൽ സാമുദായിക സംഘടനകൾ ഗൗരവമായിട്ടുള്ള പോരായ്മകൾ സമൂഹത്തിന് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളെക്കാരും വിമർശിക്കുന്നു. ഞങ്ങൾ അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ആ നിലപാടുകൾ സമൂഹത്തിന് മുന്നോട്ട് പോക്കിനാണെന്ന് വരുമ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ നിൽക്കുന്നു. പരാമർശം വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ മലപ്പുറം പരാമർശം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിമർശനം ഉന്നയിച്ചില്ല. ഇപ്പോ അതിനുശേഷം അത് ഇതില് ഈ പ്രത്യേക രാഷ്ട്രീയ പരിസരങ്ങളിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കുക എന്നല്ല പറയുന്നത്. അതത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ. പ്രത്യേക നിലപാടെടുക്കാം, പക്ഷെ ഒറ്റ നിലപാടെന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഇടാതിരുന്നാൽ മതി. ശരി, ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അടുത്തൊരു ഉല്ലാസ് ബാബു, ഇപ്പോ നായാടി മുതൽ നസ്രാണി വരെ ഒരു ഐക്യപ്രഖ്യാപനം ഉണ്ടാവുകയാണ്. വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും SNDP NSS ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറയുകയാണ്. മൂന്നാമത് പിണറായി വിജയൻ വരും എന്ന് വെള്ളാപ്പള്ളി മുദ്രാവാക്യം വിളിക്കുകയാണ്. ശബരിമലയിലടക്കം BJP ഒന്നും ചെയ്തില്ല, സർക്കാരിനൊപ്പമാണ് എന്നുള്ള പ്രഖ്യാപനം NSS നേരത്തെ നടത്തിയതാണ്. അതായത് സാമുദായിക നേതാക്കൾ ഭരണപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന നിലപാടിനെ BJP തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ കാണുന്നു? അങ്ങനെയല്ല BJP ഈ വിഷയത്തെ കാണുന്നത്. ഒരു കാര്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനേക്കാൾ മുൻപ് തന്നെ വസന്ത് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു, എൻ്റെയും ചേട്ടൻ്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് ഇടതുപക്ഷത്തിനെയും BJPയും കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വസന്തേ, ഒരു കാര്യം മനസ്സിലാക്കൂ, എൻ്റെയും അങ്ങയുടെ നേതാവ് AK ആൻ്റണി കുറച്ചു കാലം മുൻപ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായവും ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളത് അങ്ങ് തിരുത്തി മനസ്സിലാക്കിക്കോളൂ. വാക്ക് വാക്കായി തന്നെ തുടരുകയും അത് പ്രവർത്തിച്ച് നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട കേട്ടാ. നിങ്ങളുടെ ആൻ്റണി ഒരു കാലത്ത് പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ച് എന്താണെന്ന് ഒന്ന് പണ്ട് പോയി അന്വേഷിച്ച് അറിയാം. മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എൻ്റെയും വാക്കും ഒരുപോലെയാണ്. അന്നും ഇന്നും ഞങ്ങളെന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട്, മാധു പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലാണ് തിരുത്തേണ്ടത്. മുസ്ലിമുകളെ പേടിച്ചിട്ടാണ് ഇങ്ങനൊരു ഐക്യം ഉണ്ടാക്കുന്നത് എന്ന് 2-3 തവണ മാധുവിന്റെ ഭാഷയിൽ കയറി വന്നു. അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിരവധി തവണ. അല്ല, അത് മാധു തന്നെ നോക്കിയാൽ മതി. മുസ്ലിമുകളെ പേടിച്ച് എന്നാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഷ. അല്ല, ഞങ്ങൾ മുസ്ലിമുകൾക്കെതിരല്ല, മുസ്ലിം ലീഗിന്റെ നിലപാടുകൾക്ക് കൃത്യമായി എതിരാണ് എന്നുള്ളത് അന്നത്തെയും ഇന്നത്തെയും നാളത്തെയും നിലപാടാണ്. അതിൽ സംശയമില്ല. ആ ജമാഅത്തിന്റെ കാര്യത്തിലും SDPയുടെ കാര്യത്തിലായാലും. ഇനി മാധു ചോദിച്ചൊരു ക്ലാരിറ്റി വരുത്തി പോകാം. ഗുരുതരമായ ആരോപണമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ BJPയുടെ നിലപാടിനെ കുറിച്ചല്ല പറഞ്ഞത്. അത് മാധു റിവൈൻഡ് ചെയ്ത് ചെയ്യുന്നതിനപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ കാര്യമാണ്, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ക്രിസ്ത്യാനികൾ വരെ ഇവിടെ പേടിച്ചാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം നടത്തിയ പരാമർശമാണ്. ഞാൻ BJPയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ.
അല്ല മാധു BJP കുറിച്ച് പറഞ്ഞത് ഞാനും പറഞ്ഞില്ല. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നിലപാടിന് അദ്ദേഹം തന്നെ തിരുത്തിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മാധുവിനോട് ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തിക്കോളം പറഞ്ഞു എന്ന് മാത്രം. മാധു, ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞങ്ങളുടെ നിലപാടുകൾ എന്ന് പറയപ്പെടുന്നത് ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നതും വളരെ കൃത്യമാണ്. എന്താണ് ഭയം? അത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതും ഭയം ഉണ്ടാകുന്നതും? ആ ഭയം ഉണ്ടാകുന്ന കാര്യമാണ് നേരത്തെ ഞാൻ മാധുവിനോട് കൃത്യമായി പറഞ്ഞത്. ആ സമയത്ത് മാധു പറഞ്ഞു 1948 ഒരു കാര്യം പറഞ്ഞു. മാധു, 1906 രൂപീകരിച്ച മുസ്ലിം ലീഗോ ഇന്ത്യ വിഭജനമോ അതിനെ പിന്തുടർച്ചയോ എതിർത്തിട്ടില്ല ഇന്നത്തെ മുസ്ലിം ലീഗ്. 48കൾക്ക് ശേഷം 51ലും ഇവരുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോഴും അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ടെക്നിക്കാലിറ്റി വിട്ട് ഐഡിയോളജിയിൽ ഒരു വ്യത്യാസവും അന്നത്തെയും ഇന്നത്തെയും തമ്മിലില്ല. അതുകൊണ്ടാണ് മദ്രാസിൽ അന്ന് അവിഭക്ത ഭാരതമുള്ള സമയത്ത് KTM ഇബ്രാഹിം സേട്ട് എന്ന് പറയപ്പെടുന്ന വ്യക്തി കൃത്യമായിട്ട് അന്ന് വിളിച്ച മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ? ഇവരുടെ നേതൃത്വത്തിൽ എന്താ മുദ്രാവാക്യം? 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചു 35ലും 47ലും. ആ ചരിത്രം ഒന്ന് മാധു പരിശോധിച്ചാൽ അറിയാം. ആ രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് ആ രാഷ്ട്രീയത്തിലേക്ക് നടന്നു കയറുന്ന 2030 എന്ന് പറയപ്പെടുന്ന ശൈലിയിലേക്ക് ഞങ്ങളുടേതായിരിക്കണം, ഞങ്ങളുടെ ചിന്താഗതികൾക്കനുസരിച്ചായിരിക്കണം കേരളം എന്ന് പറയപ്പെടുന്ന ആ ജമാഅത്തെയുടെയും SDP-യുടെയും മുസ്ലിം ലീഗിന്റെയും കുടപിടിച്ചു പോകുന്ന കോൺഗ്രസ് വർഗീയ രാഷ്ട്രീയ സങ്കല്പങ്ങൾ മാത്രമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ ഉന്നയിക്കുന്ന വിഷയം മാത്രമാണ് ശരിയെന്ന് പറയുന്നിടത്ത് അവിടെ മതേതരത്വം എന്ന് പറയുന്നത് പൂട്ടിന് പേരിടുന്ന അത് ഇടയ്ക്കിടയ്ക്ക് ഇടാനുള്ള ഒരു സാധനമല്ല. ഞാൻ ചോദിക്കട്ടെ, ജോസഫ് മാസ്റ്റർ കൈവെട്ടിയതിനെ മതേതരത്വം എന്ന് വിളിക്കോ വർഗീയവാദം എന്ന് വിളിക്കോ? അവനും വളരെ കുന്തിരിക്കും കരുതിക്കോളം വരുന്നതിനെ മതേതരത്വം എന്ന് വിളിക്കോ വർഗീയവാദം എന്ന് വിളിക്കോ? മതമാണ് 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 എല്ലാം പറഞ്ഞതിന് മതേതരത്വം എന്ന് വിളിക്കോ വർഗീയവാദം എന്ന് വിളിക്കോ? ഒരു വ്യക്തി ഹിന്ദു സ്ത്രീ, ഒരു മുസ്ലിം ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന് വ്യഭിചാരമാണെന്ന് കരുതുന്നത് എന്ന് പറയുമ്പോൾ അതൊരു പാർട്ടി മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോൾ അതിനെ വർഗീയവാദം എന്ന് വിളിക്കോ അതിനെ മതേതരത്വവാദം എന്ന് വിളിക്കോ? തൊടുപുഴ കോളേജിൽ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങളെ മതേതരത്വം എന്ന് വിളിക്കോ വർഗീയവാദം എന്ന് വിളിക്കോ? അതിനെ ഒന്നും തള്ളി പറയാതെ അതിനെ പുൽകി അതിനെ ചേർത്ത് പിടിച്ച് അതാണ് ശരി എന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അത് ഞങ്ങൾ മാത്രമല്ല, അതിനു മുമ്പ് AK ആന്റണി ചോദ്യം ചെയ്തിട്ടുണ്ട്, VS അച്യുതാനന്ദൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ് പാർട്ടിയും ഇതേ നിലപാട് ഇവരോട് മൃദു സമീപനം തുടരുന്നു എന്നുള്ളിടത്താണ് ഇപ്പുറത്ത് ഭയമുണ്ടാകുന്നു, ഏകീകരണം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നത്. ഇനി EWS-ഉമായി ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുണ്ടാവും, പക്ഷെ നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരാണ്. ആ സർക്കാർ ഇവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം നടപ്പിലാക്കിയെന്ന് പ്രകാശമായിട്ട് മനസ്സിലാക്കിയോ? പിന്നെ ആ നടപ്പിലാക്കിയ ശൈലിയിൽ അത് ഇപ്പുറത്തെ വിഭാഗങ്ങൾക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ നടപ്പിലാക്കുന്നതിൽ നിങ്ങളുടെ സർക്കാർ, പ്രകാശമായിട്ട് സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും സർക്കാർ കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. മറ്റൊരു കാര്യം കൂടി മാധുപെട്ട, ശബരിമലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് നടപടികൾ ചെയ്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ പിന്നെ അടികൊണ്ടതും തല്ലുകൊണ്ടതും ജയിലിൽ കിടന്നതും ആയിരക്കണക്കിന് കേസുകൾ വന്നതും BJP-ക്കാർക്ക് നേരെയാണ് എന്നുള്ള സത്യം അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് മാധു എന്നുള്ളത് കൊണ്ട് BJP-ക്ക് അതിനകത്ത് മറ്റൊരാളുടെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല. ജനങ്ങൾ അക്കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ മാധു BJP-യെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം, BJP-യെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംസ്ഥാനം മാധുതൊന്ന് പറഞ്ഞു പോട്ടെ എല്ലാവരും ഒറ്റ കാര്യം, BJP-യെ സംബന്ധിച്ചിടത്തോളം വികസന രാഷ്ട്രീയം കൃത്യമായി പോസിറ്റീവ് പൊളിറ്റിക്സ് വളർന്നു വരുന്ന യുവതലമുറയുടെ കൈപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ചരിത്രം പറയുന്ന സമയത്ത് കോൺഗ്രസ് ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ജാതി മത വർഗ ചിന്താഗതികൾക്ക് അത് അടിസ്ഥാനമായിട്ട് മാത്രം മതി കേരളത്തിലെ രാഷ്ട്രീയം പോയാൽ മതി എന്ന സുകുമാരൻ നായർ പറയുന്നത് കേരളം മുഴുവനും കേൾക്കുന്നു. അതിനെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു 4 വോട്ട് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് വിചാരിക്കണം എന്ന്. ശരി, ഞാൻ ശ്രീ വസന്തോട് ചോദിക്കട്ടെ, എന്റെ കയ്യിൽ 1 മിനിറ്റേ ഉള്ളൂ. ശരി ശ്രീ വസന്ത് നോക്കൂ, തിണ്ണ നിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിറങ്ങാൻ പോകരുത്. ശരി, 1.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് സുകുമാരൻ നായർ പറയുന്ന സാഹചര്യം പിന്നെ എങ്ങനെയുണ്ടായി എന്നുള്ളതാണ്. പിന്നെ വോട്ട് പോയാൽ പോകട്ടെ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. ലീഗിന്റെ നേതാവ് KM ഷാജി ഈ കണ്ട പരാമർശങ്ങൾ നടക്കുന്ന സമയത്ത് കോൺഗ്രസ് അതിനെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നത് പ്രധാനമാണ്. അല്ല മാധു നോക്കൂ, ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും നമ്മുടെ ഇൻക്ലൂസീവ് സെക്യുലറിസമാണ്. അതായത് ഏതെങ്കിലും മതങ്ങളെയോ സമുദായ നേതാക്കളെയോ മാറ്റി നിർത്തിക്കൊണ്ടുള്ള
മുന്നോട്ട് പോകലല്ല, അവരെ കൂടി കേട്ടുകൊണ്ട് അവരെ കൂടി പങ്കെടുപ്പിക്കാവുന്നിടത്ത് പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമുദായ നേതാക്കളെ കാണുക, അവരുമായി ചർച്ച നടത്തുക, അവരുടെ ആശങ്കകൾ കേൾക്കുക, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരിഗണിക്കാവുന്നതാണെങ്കിൽ അതെങ്ങനെ പിന്നാലെ പോകുന്നത്? NSS ജനറൽ സെക്രട്ടറിയെ കാണണമെങ്കിൽ അദ്ദേഹവുമായി സംസാരിക്കണമെങ്കിൽ പെരുന്നേൽ പോയപ്പോരെ? പെരുന്നേലല്ലാതെ പിന്നെ BJP ഓഫീസിൽ മാരാർജി ഫ്ലോറിൽ പോണോ? അതോ മാതൃഭൂമിയുടെ കോട്ടയത്ത് ഓഫീസിലേക്ക് വരണോ? പോകുന്ന ആളല്ല എന്ന് തഗ്ഗടിക്കാൻ പോകരുതെന്ന്. അല്ലെന്നേ, അങ്ങനെ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും UDFന്റെ ലീഡർഷിപ്പ് എല്ലാ സമുദായ നേതാക്കളെയും വിശ്വാസത്തിൽ എടുക്കുന്നവരാണ്, അവരുമായി ചർച്ച ചെയ്യും. ഞങ്ങൾ പറഞ്ഞ എന്താണ്? വർഗീയവാദികളുടെ വോട്ട് ആവശ്യമില്ല, വർഗീയവാദികളുമായി ചർച്ചയ്ക്കില്ല എന്നാണ് പറഞ്ഞത്. വാഴകൊണ്ടുണ്ടാക്കിയ പിണ്ടിയാണ് നട്ടല്ലെങ്കിൽ അത് അതുകൊണ്ടാണ് നേരത്തെ വസന്ത് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു കൃത്യമായിട്ട് പറയുന്നത്. PDP-യുമായി ജമ്മു കാശ്മീരിൽ ഭരണം പങ്കിട്ടവരാണ് നിങ്ങൾ. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഈ പൊതുസമൂഹത്തിൽ പാകിസ്ഥാനിലേക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച അമിത്ഷാ ഒരുമിച്ച് മുന്നണി ഉണ്ടാക്കി ഭരിച്ചവരാണ്. അപ്പൊ നിലപാടിന്റെ കഥ ഞാൻ പറയാം, അതുകൂടി കേക്ക്. അതായത് കേരളത്തിൽ നിങ്ങൾ ഭരണത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് PDP അധികാരത്തിൽ വന്നാൽ തീവ്രവാദികൾ ഭരിക്കുമെന്നും അങ്ങനെ ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാകുമെന്നും തെരഞ്ഞെടുപ്പിൽ വന്ന് പ്രസംഗിച്ചു പോയി. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം കാശ്മീരിൽ പറന്നിറങ്ങി കാശ്മീരി ആപ്പിളും പറിച്ചു നിന്ന് PDP-യുമായി സഖ്യമുണ്ടാക്കി ഭരണം എന്നിട്ട് ഞങ്ങളെ നിലപാട് പഠിപ്പിക്കുന്നത്. കേരളത്തിലെ ചരിത്രം പറയാൻ പറ്റില്ല. കാര്യം നിങ്ങൾ ഒരു കൂട്ടമായി മാറിയില്ലേ കോൺഗ്രസ് പാർട്ടി? നാണംകെട്ട കൂട്ടമായി മാറിയില്ലേ കോൺഗ്രസ് പാർട്ടി? അവസാനിക്കുന്നുണ്ട്. അല്ലല്ല, വർഗീയ കൂട്ടുകെട്ടിൽ ഞങ്ങളാണോ നിങ്ങളാണോ മുമ്പൻ എന്ന് തർക്കിക്കാനുള്ള അവസരമല്ല ഇത്. കഴിഞ്ഞ കാലങ്ങളിലെ ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.